കുഞ്ഞു സമ്പാദ്യം വലിയ ലക്ഷ്യത്തിനു വേണ്ടി നീക്കിവെച്ച് പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾ. സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങാകുവാൻ പിണ്ടിമന സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ കുഞ്ഞു സമ്പാദ്യം ചേർത്തുവെച്ച് 13,080 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി മാതൃകയായി. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ സർക്കാരിന് വേണ്ടി തുക ഏറ്റുവാങ്ങി. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ സ്കൂൾ ലീഡർമാരായ സാവൻ സന്തോഷ്, വൈഗ അനൂപ് എന്നിവർ ചേർന്ന് തുക അദ്ദേഹത്തിന് കൈമാറി. ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താൻ കുട്ടികൾ കാണിച്ച നല്ല മനസ്സിനെ എം.എൽ.എ. അഭിനന്ദിച്ചു. നാടിന്റെ പുനഃസൃഷ്ടിക്കായി എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുന്ന ഈ വേളയിൽ അതിനൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഓരോരുത്തരും അഭിമാനിക്കണമെന്നും ഭാവിയിലും ഈ സേവന മനോഭാവം കൈവിടാതെ സൂക്ഷിക്കണമെന്നും എം.എൽ.എ. ഓർമ്മിപ്പിച്ചു. പിണ്ടിമന ചേലാട് ഗവൺമെന്റ് യു.പി. സ്കൂൾ കേരളത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ മുന്നോട്ട് വെച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എല്ലാ നിലയിലും അത് പൂർണ്ണമായി വിജയിപ്പിച്ചൊരു വിദ്യാലയമാണ്. ഏതാണ്ട് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഈ ഒരു പൊതുവിദ്യാലയമാണ് കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ വിദ്യാലയം മാറിയിരിക്കുകയാണ്. പാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ ഈ വിദ്യാലയം മികവ് പുലർത്തുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വയനാട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ നേരിട്ടിട്ടുള്ളത്. ഏതാണ്ട് 3 ഗ്രാമങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഔദ്യോഗികമായ കണക്ക് 1,200 കോടി രൂപയിലേറെ വരുന്ന വലിയ നഷ്ടം അവിടുത്തെ പുനരധിവാസ പ്രവർത്തനം ഉൾപ്പെടെ പൂർത്തീകരിക്കണമെങ്കിൽ അത്രയേറെ ഒരു വലിയ തുക നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ നാടിനെ സഹായിക്കാൻ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാൻ ലോകത്താകെ വലിയൊരു കൂട്ടായ പ്രവർത്തനം അതിനുവേണ്ടി നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് 250 കോടി രൂപയിലേറെ തുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സ്കൂളുകൾ, കോതമംഗലം ഉപജില്ലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പിണ്ടിമന സ്കൂളടക്കം നിരവധി സ്കൂളുകളിലെ കുഞ്ഞുമക്കൾ നിങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങൾ അത് സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ, ഇപ്പോൾ നമുക്കറിയാം അവിടെ വെള്ളാർമല സ്കൂളിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ആ വയനാടിനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നു. അതിന് പ്രിയപ്പെട്ട അധ്യാപകരും PTA ഭാരവാഹികളുമൊക്കെ നല്ല നിലയിലുള്ളൊരു പിന്തുണ കൊടുക്കുകയുണ്ടായി. ഏതായാലും കുഞ്ഞു മനസ്സിൽ നല്ലൊരു സന്ദേശം, നമ്മുടെ സഹോദരങ്ങളെ, സഹജീവികളെ സ്നേഹിക്കുക, കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാനുള്ള ആ ഒരു മനസ്സ് നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ കാണിച്ച നിങ്ങളെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ വയനാടിനായി സമാഹരിച്ചിട്ടുള്ള നിങ്ങളുടെ ആ ചെറിയൊരു വിഹിതം ഞാൻ കൈപ്പറ്റിയതായി അറിയിക്കുന്നു. സർക്കാർ നിർദ്ദേശാനുസരണം സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ജീവനക്കാരും 5 ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. സ്കൂൾ HM ലിജി വി പോൾ, SMC ചെയർമാൻ അനീഷ് തങ്കപ്പൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു.